നമുക്കിന്ന് 4ാം ക്ലാസ് കുട്ടികളുടെ മലയാളം ചോദ്യപേപ്പർ ആൻസർ ചെയ്യാം. ഓണപ്പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. 2019-20 വർഷത്തെ ചോദ്യപേപ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത്. 6 പ്രവർത്തനങ്ങളാണ് ഇതിലുള്ളത്. 1 ഉത്തരം എഴുതാം, 2 സംഭാഷണം എഴുതാം, 3 ആസ്വാദനക്കുറിപ്പ്, 4 കുറിപ്പ് എഴുതാം, 5 പോസ്റ്റർ, 6 കഥാരൂപണം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം. 2 മുതൽ 6 വരെയുള്ള ചോദ്യത്തിന് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഒഴിവാക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം. കഥാഭാഗം ശ്രദ്ധയോടെ വായിക്കൂ. നേരം വല്ലാതെ വൈകി. സ്കൂളിൽ ബെല്ലടിച്ചിട്ടുണ്ടാവും. കയ്യിൽ കുടയില്ല. ഈ മഴയൊന്ന് കുറഞ്ഞെങ്കിൽ അബു പ്രാർത്ഥിച്ചു. പക്ഷേ മഴയ്ക്ക് അവനോട് ദയ തോന്നിയതേയില്ല. അവൻ ഇറങ്ങി നടന്നു. കൂട്ടുകാരുടേതുപോലൊരു പുള്ളിക്കുട എത്ര പ്രാവശ്യം അബു സ്വപ്നം കണ്ടിരിക്കുന്നു. ഉമ്മയോട് പറഞ്ഞു മടുത്തു. ഉമ്മ കേട്ട ഭാവം നടിക്കുന്നതേയില്ല. നനഞ്ഞു കുതിർന്ന് ക്ലാസിൻ്റെ പടി കയറുമ്പോൾ തീ പാറുന്ന നോട്ടവുമായി നിൽക്കുന്ന മീര ടീച്ചറായിരുന്നു അബുവിൻ്റെ മനസ്സിൽ. അവൻ ക്ലാസിൻ്റെ വാതിൽക്കൽ കണ്ണടച്ചു നിന്നു. അബു നനഞ്ഞുപോയോ? വാ, തോർത്തിത്തരാം. കണ്ണു തുറക്കുമ്പോൾ ചേർത്തു പിടിച്ചുകൊണ്ട് ഒരു ചിരിയുമായി ഹെഡ് ടീച്ചർ. അപ്പോൾ അബു എന്തിനോ ഉമ്മയെ ഓർത്തുപോയി. ഇതിൽ 5 ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ തന്നെ ഓപ്ഷനുകളും തന്നിട്ടുണ്ട്. അതിന്ന് ഉചിതമായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സ്കൂളിൽ പോകാൻ നേരം വൈകിട്ട് ഒരു കുട്ടി നിൽക്കുകയാണ്. കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുക, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ആ കുട്ടീൻ്റെ അടുത്ത് കൂടെയില്ല. പിന്നെ നനഞ്ഞ് കുതിർന്ന് ക്ലാസ്സിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ ഹെഡ് ടീച്ചർ വന്ന് അവന് തല തോർത്തി കൊടുക്കുകയാണ്. അതാണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വായിക്കാം. മഴയ്ക്ക് അവനോട് ദയ തോന്നിയതേയില്ല എന്ന വാക്യത്തിന് ഈ കഥയിലെ അർത്ഥമെന്ത്? എന്താണ് ദയ തോന്നിയതേയില്ല എന്ന് പറയാൻ കാരണം? മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മഴ നല്ലോണം പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ നിന്നാലല്ലേ അബുവിന് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്താ, അബു സ്കൂളിലേക്ക് കൊടയുമില്ലാത്തതുകൊണ്ട് അബു വൈകിയാണ് സ്കൂളിൽ പോകുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? മഴ ശക്തമായി പെയ്തുകൊണ്ടിരുന്നു. അതിനെയാണ് അബുവിനോട് ദയ തോന്നിയില്ല എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം. ഉമ്മ കേട്ട ഭാവം നടിക്കുന്നതേയില്ല. എന്തായിരുന്നു ഉമ്മയോടുള്ള അബുവിൻ്റെ ആവശ്യം? മുകളിൽ പറയുന്നുണ്ട് അല്ലേ? എന്താ ആവശ്യം? കൂട്ടുകാരുടേതുപോലൊരു പുള്ളിക്കൂട. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അവൻ നടന്ന് ക്ഷീണിച്ചു. അടിവരയിട്ട പദത്തിനു സമാനമായ ഏത് പ്രയോഗമാണ് കഥയിലുള്ളത്? മെല്ലെ മെല്ലെ, ഇറങ്ങി നടന്നു, പറഞ്ഞ്, കേട്ട്. ഒരു കുട വാങ്ങിത്തരാൻ അമ്മയോട് പറഞ്ഞു മടുത്തു എന്ന് അബു പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി. നാലാമത്തെ ചോദ്യം. മഴയ്ക്ക് അവനോട് ദയ തോന്നിയതേയില്ല. അടിവരയിട്ട വാക്കിനു പകരം വയ്ക്കാവുന്ന പദം ഏത്? ദയ. കനിവാണ് കേട്ടോ ദയ. ഓപ്ഷൻ ബി. കനിവ് തോന്നിയില്ല അല്ലേ? മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? കനിവ് തോന്നിയില്ല എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ ചോദ്യം നോക്കാം. ക്ലാസിൻ്റെ പടി കയറുമ്പോൾ തീ പാറുന്ന നോട്ടവുമായി നിൽക്കുന്ന മീര ടീച്ചറായിരുന്നു അബുവിൻ്റെ മനസ്സിൽ. അടിവരയിട്ട പ്രയോഗം ശ്രദ്ധിച്ചല്ലോ. എന്തായിരിക്കും അപ്പോൾ ടീച്ചറുടെ ഭാവം? തീ പാറുക. തീക്ക് എന്താ ഉള്ളത്? ചൂടാണ് അല്ലേ? ചൂട് പറയുമ്പോൾ എന്താ? ദേഷ്യം. ഓപ്ഷൻ ഡി, ദേഷ്യം. എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി, ദേഷ്യം. ഒന്നാമത്തെ പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായല്ലോ? ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇനി നമുക്ക് 2ാമത്തെ പ്രവർത്തനം നോക്കാം. സംഭാഷണം എഴുതാം. സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗത്തിൽ ലൈലയും കുട്ടനും മൈനയെ കണ്ടതും മാവിൻ കൊമ്പിലിരുന്ന് മൈന പാടിയപ്പോൾ ഉണ്ടായ അത്ഭുതവുമെല്ലാം ഓർമ്മയുണ്ടല്ലോ. ലൈലയും കുട്ടനും ഇക്കാര്യം പിന്നീട് അവിടേക്ക് വന്ന അമ്മയോട് പറഞ്ഞു. എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിരിക്കുക? എഴുതി നോക്കൂ. എന്തൊക്കെ സംസാരിക്കാം? അമ്മയോട് ഇങ്ങനെ ഒരു മൈന വന്നു എന്ന് പറയാം. അപ്പോൾ വന്നു എന്ന് പറയുമ്പോൾ എന്നിട്ട് എന്തു സംഭവിച്ചു, നിങ്ങൾ അതിനെ ഉപദ്രവിച്ചോ എന്ന് അമ്മയ്ക്ക് ചോദിക്കാം. അപ്പോൾ
ലൈലയ്ക്ക് പറയാം ചേട്ടൻ അതിനെ പിടിക്കാൻ പോയി, അപ്പോൾ അത് പറന്നുപോയി, അപ്പോൾ ചേട്ടന് ദേഷ്യം വന്നു എന്ന് പറയാം. അപ്പോൾ അമ്മയ്ക്ക് പറയാം മോനോട് ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിക്കരുത് എന്ന് പറയാം. പിന്നെ എന്തുണ്ടായി? അപ്പോൾ കുട്ടൻ പറയാ, ഇല്ല അമ്മേ, മൈന മരക്കൊമ്പിലിരുന്നു പാട്ട് പാടാൻ തുടങ്ങി, അപ്പോൾ എൻ്റെ ദേഷ്യം പോയി എന്ന് പറയാം. അപ്പോൾ ലൈലയ്ക്ക് പറയാം മരക്കൊമ്പിലിരുന്ന് പാട്ട് പാടിയപ്പോൾ മുരടിച്ച ആ മരക്കൊമ്പ് ഇലകളെല്ലാം കൊഴിഞ്ഞുപോയി അമ്മേ, പകരം പുതിയ ഇലകൾ വന്നു എന്ന് പറയാം. കുട്ടന് അതിൽ പുതിയ പൂക്കളും ഉണ്ടായി എന്ന് പറയാം. അമ്മ അതെയോ എന്നിട്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അത് പോയിരുന്ന് പാട്ട് പാടിയ സ്ഥലമെല്ലാം ഇലകളും പൂക്കളും കായ്കളുമായി വസന്തം വന്നതുപോലെ ആയി എന്ന് കുട്ടനോ ലൈലയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് പറയുന്നത് പോലെ കൊടുക്കാം. എളുപ്പമാണ് അല്ലേ? കഥ അറിയാമല്ലോ നമുക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എഴുതാം. രണ്ടാമത്തെ പ്രവർത്തനം മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ആസ്വാദനക്കുറിപ്പാണ്. ചുവടെ ഒരു കവിത തന്നിട്ടുണ്ട്. ആ കവിത കുറിച്ചൊരു ആസ്വാദനക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. കവിതയുടെ പേര് അമ്പിളി. കൂട്ടരെ നോക്കുവിൻ അമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു, എന്തു മിനുമിനുപ്പെന്തു മെഴുമെഴുപ്പെന്തൊരു കൊച്ചു രസക്കുടുക്ക, അമ്മ കിളിയുടെ കണ്ണും കരളുമായി മുട്ട തട്ടിയുടച്ചിടല്ലേ, നോമ്പുകൾ എത്ര നാൾ നോൽക്കണമീ വിത്തു പൂമ്പെത്തിയിടിന കൊച്ചു പക്ഷി, കൂട്ടിലമർന്നുതാൻ കൊക്കു പുറത്തേക്കു നീട്ടി മിഴീണ പൂട്ടിടാതെ പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി, പാത്തു ചെന്നാരും പിടിച്ചിടല്ലേ, വാത്സല്യ ചൂടിനാൽ നീറട്ടെ മുട്ടകൾ വാരുറ്റ തങ്കക്കൊടികളാവാൻ. കുന്നിമണികൾ എന്ന കവിതാ സമാഹാരത്തിലെ വൈലോപ്പിള്ളിയുടെ വരികളാണിത്. നമുക്ക് ചോദ്യം വായിക്കാം. കവിത ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ട്? അടയിരിക്കുന്ന കിളിയെക്കുറിച്ചും മുട്ടകളുടെ ഭംഗിയെക്കുറിച്ചുമൊക്കെ കവി എന്തൊക്കെയാണ് പറയുന്നത്? കവിതയിലെ വാക്കുകളുടെ ഭംഗി, നല്ല പ്രയോഗങ്ങൾ, ഇഷ്ടപ്പെട്ട വരികൾ എന്നിവ കൂടി ഉൾപ്പെടുത്തി ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പമാണ് അല്ലേ? അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. എന്താണ് ഇത്? ഏത് കവിതാ സമാഹാരത്തിൽ നിന്ന് എത്തിക്കുന്നത്? കുന്നിമണികൾ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വൈലോപ്പിള്ളിയുടെ കുന്നിമണികൾ എന്ന കവിതാ ഭാഗത്തിലെ അമ്മക്കിളി എന്ന കവിതാ ഭാഗമാണിത്. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അടയിരിക്കുന്ന കിളിയെക്കുറിച്ചും മുട്ടകളുടെ ഭംഗിയെക്കുറിച്ചുമാണ് കവി വിവരിക്കുന്നത് എന്നെഴുതുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 വരികൾ എടുത്തിട്ട് ഈ വരികളാണ് എനിക്കിതിൽ കൂടുതൽ ഇഷ്ടമായത് എന്ന് പറയാം. പിന്നെ അതിൽ ഏതെങ്കിലും ഇപ്പോൾ പറയണ്ടല്ലേ, വിത്ത് എത്ര നോമ്പ് നോക്കണം ഒരു വിത്ത് മുളച്ച് ഒരു ചെടിയാകുന്നത് പോലെ ആ മുട്ട വിരിഞ്ഞ് ഒരു പക്ഷിയാവാൻ കുറേ ദിവസം എടുക്കും അല്ലേ? അപ്പോൾ അത് അമ്മയുടെ ചൂട് കൊണ്ട് നല്ല കുഞ്ഞായി വരട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ പ്രയോഗ ഭംഗി നമുക്ക് അതിൽ കൂട്ടിച്ചേർക്കാം. അങ്ങനെ ഇതൊക്കെയാണ് ഒരു ആസ്വാദനക്കുറിപ്പിൽ എഴുതേണ്ടത്. നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് പ്രതീക്ഷിക്കാം. പ്രവർത്തനം 4. കുറിപ്പ് എഴുതാം. വലിയ സ്നേഹത്തോടെ ചെയ്യുന്ന കൊച്ചു കാര്യങ്ങൾ പോലും വലിയ സന്തോഷവും സമാധാനവും കൊണ്ടുവരും. മദർ തെരേസ. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല. ഗാന്ധിജി. മുകളിൽ കൊടുത്തിരിക്കുന്ന മഹത് വചനങ്ങളുടെ ആശയം വിശകലനം ചെയ്ത് സമാനമായ ഉദാഹരണങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ എഴുതാം നമുക്ക്? ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിന് എന്താ തരുന്നത്? വലിയ സന്തോഷമാണ് തരിക അല്ലേ? അതേപോലെ സ്നേഹം കൊണ്ട് നേടാനാവാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് ഒന്ന് ഇത്തിരി അതിന് ചെറിയ രീതിയിൽ അതിനൊന്ന് പറയാം. അതിന് ശേഷം എന്തെഴുതാം? അതിനുശേഷം നമുക്കതിൽ
ഒരു വചനം കൂടി ചേർക്കാം. എന്ത് ചേർക്കാം? എന്താണ്? സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന ഒരു കോട്ടും കൂടി നമുക്ക് ചേർക്കാം. അതുപോലെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഒരു കോട്ട് കൂടി ചേർത്തിട്ട് ആ കുറിപ്പ് നമുക്ക് പൂർത്തിയാക്കാം. 5ാമത്തെ പ്രവർത്തനം പോസ്റ്റർ തയ്യാറാക്കാനാണ്. പോസ്റ്റർ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ബോർഡർ വരയ്ക്കുക. അതിനേതാണോ സ്റ്റോറി തന്നിരിക്കുന്നത്, കഥ തന്നിരിക്കുന്നത്, അതിനെ ആസ്പദമാക്കിയിട്ട് ഏതാണോ വിഷയം തന്നിരിക്കുന്നത് അതിനാസ്പദമാക്കിയിട്ട് ഒരു ചിത്രം വരച്ചു കൊടുക്കാം. കളർ പെൻസിൽ കൊണ്ടുപോകാൻ മറക്കരുത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് 2 വരികൾ കൂടി എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നതെന്ന് നോക്കാം. പത്തായം എന്ന പാഠം പഠിച്ചു കഴിഞ്ഞപ്പോൾ നീണ്ടകര UP സ്കൂളിലെ കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ നെൽവയലുകൾ നികത്തി കെട്ടിടങ്ങൾ പണിയുന്നതിനെതിരെ പോസ്റ്റർ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇത്തരം ഒരു പോസ്റ്റർ നിങ്ങളും നിർമ്മിക്കൂ. ആവശ്യമായ ചിത്രങ്ങൾ ചേർക്കാൻ മറക്കരുതേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതിന് ആവശ്യമായ വരി എഴുതാം. നമുക്ക് അതിനനുയോജ്യമായ ചെറിയ വരികൾ കൂടി എഴുതിയിട്ട് പോസ്റ്റർ പൂർത്തിയാക്കാം. അപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? മുഴുവൻ മാർക്ക് അതിൽ ലഭിക്കും. വളരെ എളുപ്പമാണ് അല്ലേ? ബോർഡറൊക്കെ വരച്ച് കളർ പെൻസിൽ കൊണ്ട് ചിത്രമൊക്കെ വരച്ച് കളർ ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യുക പോസ്റ്ററിൽ. അടുത്ത പ്രവർത്തനം കഥാരൂപണമാണ്. സ്കൂളിലേക്ക് ധൃതിയിൽ നടക്കുകയായിരുന്നു ദിയ. പെട്ടെന്ന് വഴിയരികിലെ ഇലകൾക്കിടയിൽ ഒരനക്കം. അവൾ നിലത്തു കുനിഞ്ഞിരുന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു കുഞ്ഞു പക്ഷി. അതിൻ്റെ ചിറകിൽ നിന്നും ചോരയൊലിക്കുന്നു. എന്തു ചെയ്യും? നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥയുടെ ബാക്കി ഭാഗം പൂരിപ്പിക്കുക. ഉചിതമായ തലക്കെട്ടു നൽകാൻ മറക്കരുത്. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷിനെ കിട്ടിയില്ലേ? അതിൻ്റെ ചിറകിൽ ചോരയൊലിക്കുന്നുണ്ട്. അതാണ് കഥ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥയ്ക്ക് പേര് കൊടുക്കാം. കുഞ്ഞു പക്ഷി. ബാക്കി കഥയായിട്ട് നമുക്ക് എന്ത് പറയാം? ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിയ സ്കൂളിലോട്ട് പോവാതെ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ ദിയയെ കണ്ട് സ്കൂളിൽ പോവാത്തതിന് അമ്മ വഴക്ക് പറഞ്ഞു. അമ്മയോട് തൻ്റെ കയ്യിൽ ചോരയൊലിച്ചിരിക്കുന്ന കുഞ്ഞു പക്ഷിയെ കാണിച്ചപ്പോൾ അമ്മ വേഗം അതിന് മരുന്നൊക്കെ പുരട്ടി അതിനെ ശുശ്രൂഷിച്ചു. അതിനെ സംരക്ഷിച്ചു എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതാം. അതിനെ സംരക്ഷിച്ചു. 2 ദിവസം കഴിഞ്ഞ് മുറിവൊക്കെ ഉണങ്ങിയപ്പോൾ ആ കിളി അതിൻ്റെ അമ്മ വന്ന് അതിനെ കൂട്ടിക്കൊണ്ട് പോയി. അമ്മയും കുഞ്ഞും സന്തോഷത്തോടെ പറന്നു പോയി. അങ്ങനെ ആക്കിയിട്ട് നമുക്ക് കഥ അവസാനിപ്പിക്കുകയും ചെയ്യാം. നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഒഴിവാക്കാം. നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കഥാരൂപണം ഒഴിവാക്കാവുന്നതാണ്. എല്ലാവരും നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതുക. മുഴുവൻ മാർക്കും വാങ്ങുക.